ഡിയർ സ്റ്റുഡൻസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത സബ്ഷൽക്രമ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷൽക്രമ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുക, അത് 1 മുതൽ 36 വരെ ആറ്റോമിക സംഖ്യകളുള്ള മൂലകങ്ങളിൽ ഏതിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം, സബ്ഷൽക്രമ ഇലക്ട്രോൺ വിന്യാസം. 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺ വിന്യാസം എന്ന് മാത്രം പറഞ്ഞാലും നിങ്ങൾ എഴുതേണ്ടത് സബ്ഷൽക്രമ ഇലക്ട്രോൺ വിന്യാസമാണ് എന്ന് ഓർക്കണം. സാധാരണഗതിയിൽ ചോദ്യത്തിൽ സബ്ഷൽക്രമ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ എഴുതേണ്ടത് സബ്ഷൽക്രമ ഇലക്ട്രോൺ വിന്യാസമാണ്. സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നും കൂടി ഞാൻ അത് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാവാതെ കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാര്യങ്ങൾ ഈ വർഷവും അടുത്ത വർഷവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് സബ്ഷൽ കോൺഫിഗറേഷൻ തന്നെ ഇന്നും കൂടി പറയുന്നു. സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതാൻ അറിഞ്ഞുകൂടാത്ത ആൾ ഇന്നത്തെ എന്റെ ക്ലാസ് കൊണ്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേരും വെച്ച് എനിക്ക് മെസ്സേജ് ചെയ്തു തരണം. നിങ്ങൾക്ക് വേണ്ടി സാധാരണ ക്ലാസ് സമയം അല്ലാതെ മറ്റൊരു സമയത്ത് നാളെ ഒന്നുകൂടി വിശദീകരിച്ചു തരുന്നതാണ്. സാമാന്യമായി ഇന്നത്തെ ക്ലാസ് കൊണ്ട് തന്നെ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്നും കൂടി ഇന്ന് പറഞ്ഞു തരാം. സബ്ഷൽക്രമ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമ്മൾ അറിയേണ്ടത് എസ് സബ്ഷെല്ലിന് മാക്സിമം 4 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാമെന്നും എസ് സബ്ഷെല്ലിന് 2 ഇലക്ട്രോണുകളെ, പിക്ക് 6 ഇലക്ട്രോണുകളെ, ഡിക്ക് 10 ഇലക്ട്രോണുകളെ, എഫിന് 14 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് മനസ്സിലാക്കണം. എസ് അത് 1s ആണെങ്കിലും 2s ആണെങ്കിലും 3s ആണെങ്കിലും ഏത് എസ് ആണെങ്കിലും അതിൽ 2 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. ഏത് പി ആണെങ്കിലും അതിൽ 6 ഇലക്ട്രോണുകളെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. ഏത് ഡി ആണെങ്കിലും 10, ഏത് എഫ് ആണെങ്കിലും 1 മുതൽ 14 വരെ. എസിൽ 1 മുതൽ 2 വരെ, പി 1 മുതൽ 6 വരെ, ഡി 1 മുതൽ 10 വരെ, എഫ് 1 മുതൽ 14 വരെ. ഇങ്ങനെ ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് ആലോചിക്കണം. ഇനി ഇലക്ട്രോണുകൾ കയറ്റേണ്ട ക്രമം ഓർക്കുക. ഇലക്ട്രോണുകളെ കയറ്റേണ്ട ക്രമം കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. 1s കൂടുതൽ ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ 2sലേക്ക് പോകും, കൂടുതലുണ്ടെങ്കിൽ 2pയിലേക്ക് പോകും, വീണ്ടും കൂടുതലാണെങ്കിൽ അത് 3sലേക്ക് പോകും, 3pയിലേക്ക് പോകും, 3d അല്ല 4sലേക്ക് പോകും, അത് കഴിഞ്ഞ് 3dയിലേക്ക് വരും. 1s 2s 2p 3s 3p 4s 3d. ഇവിടെ ഒരു മാറ്റമുണ്ട്. 3d കഴിഞ്ഞിട്ടല്ല 4s നിറഞ്ഞിട്ടാണ് 3dയിലേക്ക് പോകും. 3d കഴിഞ്ഞാൽ 4p. ഇനി അങ്ങോട്ട് ഇല്ല എന്നല്ല, 10ാം ക്ലാസ്സിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയേ പഠിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. 4p വരെ 36 ഇലക്ട്രോണുകൾ വരെ വരുന്നത് നിങ്ങളോട് ചോദിക്കും. ഒരു 2-3 എണ്ണം നമുക്ക് നോക്കാം. 18 ആറ്റോമിക സംഖ്യയുള്ള ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങളോട് പറഞ്ഞാൽ ആർഗൺ എന്ന മൂലകത്തിന്റെ ആറ്റോമിക സംഖ്യ 18 ആണ്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെട്ടാൽ ആർഗൺ 18ന്റെ ഇലക്ട്രോൺ വിന്യാസം സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മളിവിടെ നോക്കുക. 1s എസ് ആയതുകൊണ്ട് മാക്സിമം 2, 2s എസ് ആയതുകൊണ്ട് മാക്സിമം 2, 2p പിയിൽ 6 വരെ ആകാം. എസ് എവിടെയാണെങ്കിലും 2, പിയിൽ 6 വരെ ആകാം. 2, 4, 10, 12, 18 പൂർണ്ണമായി 18 ഇലക്ട്രോണുകൾ പൂർണ്ണമായി നമ്മൾ നിറച്ചു. അപ്പോൾ അതിന്റെ ഉത്തരം 1s2 2s2 2p6 3s2 3p6. ഇതാണ് ആർഗണിന്റെ സബ്ഷൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 21 ആറ്റോമിക സംഖ്യയുള്ള ഒരു മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക.
21. 21. നിങ്ങളുടെ കൈ റഫ് കടലാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കണം. എന്റെ ആൻസറിന് മുന്നായി തന്നെ നിങ്ങൾ എഴുതി നോക്കണം. വ്യക്തമായി മനസ്സിലാക്കണം. 21 ഇലക്ട്രോണുകളെയാണ് ഇപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, വിതരണം ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കാണുന്നത് 1s ആണ്. അതിൽ മാക്സിമം 2 നിറയ്ക്കാം. 21 2 പോയി. ഇനി 19 നിറയ്ക്കണം. 2s s ആയതുകൊണ്ട് മാക്സിമം 2 നിറയ്ക്കാം. 2 2 4 21 നിറയ്ക്കേണ്ടത്. 4 കഴിഞ്ഞു. ഇനി 17 നിറയ്ക്കണം. p മാക്സിമം 6 നിറയ്ക്കാം. ഇനി 11 നിറയ്ക്കണം. s 2 നിറയ്ക്കാം. ഇനി 9 നിറയ്ക്കണം. 2 4 10 12 18. ഇനി 3 നിറയ്ക്കണം. എസിൽ 2 മാത്രമേ നിറയുകയുള്ളൂ. അതുകൊണ്ട് ഡിയിലേക്ക് പോകും. (1s2 2s2 2p6 3s2 3p6 3d വരുന്നതിന് മുമ്പിലെ 4s വരും. 4s2 3d1. ഇങ്ങനെയാണ് അത് നിറയുക. ഇത് 24 ആറ്റോമിക സംഖ്യയുള്ള ക്രോമിയം, 29 ഉള്ള കോപ്പർ. 24 ഉള്ള ക്രോമിയം, 29 ഉള്ള കോപ്പർ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ പഠിക്കുന്നതിൽ നിന്നും അല്പം വ്യത്യാസം ഇവിടെയുണ്ട്. അതായത് 24 ഉള്ള ക്രോമിയം നോക്കുക. 24 ഉള്ള ക്രോമിയം ഇവിടെ നമ്മൾ 21 വരെയായി. 1s2 2s2 2p6 3s2 3p6 4s2 3d1. 3d 10 വരെ നിറയാം. ഇവിടെ ഇപ്പോൾ 24 ഇനി ഡിയിൽ 3 കൂടി നിൽക്കണം. അതായത് 4s2 കഴിഞ്ഞ് 3d4 എന്നാണ് നമ്മൾ എഴുതുക. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. 4sൽ ഇലക്ട്രോണുകൾ ഉണ്ടാകുമ്പോൾ 3d ഷെല്ലിൽ 4 ഇലക്ട്രോണുകൾ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഇപ്പോൾ ഡി 4 ഇലക്ട്രോൺ ആണ്. D5 എന്ന് പറയുന്നത് സ്ഥിരത, സ്റ്റെബിലിറ്റി വളരെ കൂടുതലുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് 4sൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വാങ്ങി 4s1 3d5. യഥാർത്ഥ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ്. അതായത് ക്രോമിയത്തിന്റെ കോൺഫിഗറേഷൻ എഴുതേണ്ടി വന്നാൽ 1s2 2s2 2p6 3s2 3p6 4s1 3d5. ഇതാണ് ശരിയായ കോൺഫിഗറേഷൻ. 4s1 3d5. 4s2 3d4 അല്ല. അതിന് കാരണം ഡിയിൽ 5 ഇലക്ട്രോൺ വരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ എസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വാങ്ങി അത് 5 എന്ന അവസ്ഥയിലേക്ക് പോകും. 2 മൂലകങ്ങൾക്കാണ് 36 താഴെ ഈ പ്രത്യേകതയുള്ളത്. ഒന്ന് ക്രോമിയം 24ലും രണ്ടാമത്തത് കോപ്പർ 29ലും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ക്രോമിയവും കോപ്പറും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. അത് മനസ്സിലായ കുട്ടി ഉത്തരം എഴുതാൻ വേണ്ടി അത് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇനി കോപ്പർ നോക്കാം നമുക്ക്. കോപ്പർ 29ന്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6
2, 4, 10, 12, 18. 3p കഴിഞ്ഞാൽ 3d വരുന്നതിന് മുമ്പില് 4s വരും, അത് കഴിഞ്ഞ് 3d വരുമെന്ന് നമ്മൾ കണ്ടു. 4sൽ 2 നമുക്ക് നിറയ്ക്കാം. 2, 4, 10, 12, 18, 20. അത് കഴിഞ്ഞാൽ ഡിയിൽ 9 ഇലക്ട്രോണുകളാണ് നിറയേണ്ടത്. ഡി 5 എന്ന് പറയുന്നത് പോലെ തന്നെ ഡി 10 സ്റ്റെബിലിറ്റി, സ്ഥിരത വളരെ കൂടിയ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഡിയിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ എസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വാങ്ങി ഡി 10 ആവുകയും എസ് 1 ആവുകയും ചെയ്യും. അപ്പോൾ കോപ്പറിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇതാണ്. 4s2 3d9 തെറ്റാണ് എന്ന് ഓർക്കുക. അതിന് കാരണം രണ്ടവസ്ഥയിൽ മാത്രം ഡി എസിനോട് വാങ്ങും. ഡി 5 ആകുമ്പോഴും ഡി 10 ആകുമ്പോഴും മാത്രമാണ് ഈ മാറ്റം നടക്കുക. ഇത്രയും അറിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് പറ്റും. ഇനി ഒരു മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയോണിന്റെയോ ആർഗണിന്റെയോ സഹായത്തോടെ എഴുതുന്ന വിധമാണ് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക്. ഇപ്പോൾ 20 ആറ്റോമിക സംഖ്യയുള്ള ഒരു മൂലകം, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മളിപ്പോ പഠിച്ചു. എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 2 4 10 12 18. 3p കഴിഞ്ഞാൽ 3d അല്ല 4s ആണ്. 4sൽ 2 വരും. ഇതാണ് ഇവിടെ 18ൽ കൂടിയ ആറ്റോമിക സംഖ്യയുള്ള ഒരു മൂലകം. അതിന്റെ ആറ്റോമിക സംഖ്യ എഴുതുമ്പോൾ 18 കുറച്ച് ആർഗൺ എന്ന് എഴുതിയാൽ മതി. ആർഗൺ എന്ന് എഴുതാം, ഡബിൾ ബ്രാക്കറ്റ് ഇടാം. അപ്പോൾ 18 വരെയുള്ളത് പൂർണ്ണമായി. ഇത് ആർഗണിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇവിടം വരെ എഴുതുന്നതിന് പകരം ആർഗൺ എന്ന് എഴുതിയാൽ മതി. ബാക്കിയുള്ളത് 4s2 ആണ്. ഇപ്പോൾ ആറ്റോമിക സംഖ്യ 20 ഉള്ള ഒരു മൂലകത്തിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആർഗൺ ഒരു നോബിൾ ഗ്യാസിൽ, ഒരു ഇനേർട്ട് ഗ്യാസിൽ ആരംഭിച്ച് എഴുതാൻ പറഞ്ഞാൽ, ഒരു അലസവാതകത്തിന്റെ പേരിൽ ആരംഭിച്ച് എഴുതാൻ പറഞ്ഞാൽ, അതായത് ആർഗണിന്റെ സഹായത്തോടെ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക. 18ൽ കൂടുതലുള്ള മൂലകങ്ങളെ ആർഗണിന്റെ സഹായത്തോടെയും 18ൽ താഴെയുള്ള മൂലകങ്ങളെ നിയോണിന്റെ സഹായത്തോടെയും എഴുതാം. നിയോണിന്റെ ആറ്റോമിക സംഖ്യ 10 ആണ്. 1s2 2s2 2p6. ഇതാണ് നിയോണിന്റെ ആറ്റോമിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമ്മള് 15 ആറ്റോമിക സംഖ്യ ഉള്ള ഒരു മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചുരുക്കി എഴുതാൻ ആവശ്യപ്പെട്ടാൽ, ഫുൾ എഴുതണമെങ്കിൽ 1s2 2s2 2p6 3s2 3p 2 4 10 12. ഇതാണ് 15 ആറ്റോമിക സംഖ്യയുള്ള ഒരു മൂലകത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് 15 ആണ്. 18ൽ കൂടുതലായിരുന്നെങ്കിൽ നമ്മൾ ആർഗണിന്റെ സഹായത്തോടെ എഴുതുന്നത് പോലെ 18ൽ കുറവാണെങ്കിൽ നിയോണിന്റെ സഹായത്തോടെ എഴുതാം. നിയോണിന്റെ ആറ്റമിക് നമ്പർ 10 ആണ്. ഇതാണ് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടം വരെയുണ്ട്. ഇവിടം വരെ എഴുതുന്നതിന് പകരം നമുക്ക് നിയോൺ എന്ന് എഴുതി ഒരു ഡബിൾ ബ്രാക്കറ്റ് ഇടാം. ബാക്കിയുള്ളത് 3s2 3p3. ഇതാണ് 15 ആറ്റമിക് നമ്പറുള്ള ഒരു മൂലകത്തിന്റെ സബ്ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചുരുക്കി എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ വ്യക്തമായി നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വളരെ നന്നായി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മനസ്സിലാക്കുക. ഇന്നത്തെ നമ്മുടെ നോട്ടിലേക്ക് പോകാം. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം നമ്പർ 19. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം നമ്പർ 19.
Write the electronic configuration of sodium 11 using the symbol of a noble gas. Write the electronic configuration of sodium 11 using the symbol of a noble gas. 19ാമത്തെ ചോദ്യമാണ്. Write the electronic configuration of sodium 11 using the symbol of a noble gas. മലയാളം മീഡിയം. സോഡിയം 11ന്റെ ഇലക്ട്രോൺ വിന്യാസം അലസവാതകത്തിൽ ആരംഭിച്ച് എഴുതുക എന്നാണ് പറയുന്നത്. സോഡിയത്തിന്റെ ഫുൾ ഇലക്ട്രോൺ വിന്യാസം, സോഡിയത്തിന്റെ ആറ്റമിക് നമ്പർ 11 സോഡിയം 11ന്റെ ഇലക്ട്രോൺ വിന്യാസം പൂർണ്ണമായും നമ്മൾ എഴുതിയാൽ 1s2 2s2 2p6 3s1. ഇതാണ് സോഡിയത്തിന്റെ പൂർണ്ണമായ രീതിയിൽ എഴുതിയാൽ. 11 ആറ്റോമിക സംഖ്യ ആയതുകൊണ്ട് നമ്മൾ നിയോണിലാണ് ആരംഭിക്കേണ്ടത്. 18 കൂടുതലാണെങ്കിൽ ആർഗണിൽ ആരംഭിക്കാം, 18 കുറവാണെങ്കിൽ നമ്മൾ നിയോണിൽ ആരംഭിക്കണം. അപ്പോൾ നിയോൺ എന്നെഴുതിയാൽ 10 തീർന്നു. നിയോൺ എന്നെഴുതിയാൽ 10 തീർന്നു. 2 4 10 തീർന്നു. ബാക്കിയുള്ളത് 3s1 ആണ്. സോഡിയം 11ന്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം ഇതാണ്. ചുരുക്കിയ ഇലക്ട്രോൺ വിന്യാസം. നമുക്ക് ചോദ്യം നമ്പർ 21ലേക്ക് പോകാം. സ്കാൻഡിയം 21. ചോദ്യം നമ്പർ 21. Write the electronic configuration of scandium 21, calcium 20, magnesium 12 using the symbol of a noble gas. Write the electronic configuration of scandium 21, calcium 20, magnesium 12 using the symbol of a noble gas. മലയാളം മീഡിയം. സ്കാൻഡിയം 21, കാൽസ്യം 20, മാഗ്നീഷ്യം 12 എന്നിവയുടെ ഇലക്ട്രോൺ വിന്യാസം ഒരു അലസവാതകത്തിൽ ആരംഭിച്ച് എഴുതുക. നമുക്ക് എഴുതാം. സ്കാൻഡിയം 18ൽ കൂടുതലായതുകൊണ്ട് നമ്മൾ ആർഗൺ എന്ന് എഴുതണം. ആർഗൺ എഴുതിയതോടെ 18 തീർന്നു. നോക്കുക നിങ്ങൾ, 18 തീർന്നു. അതായത് 3ാമത്തെ ഷെല്ല് തീർന്നു. 4ാമത്തെ ഷെല്ലിൽ തുടങ്ങണം. ഇനി നമുക്ക് 18 കഴിഞ്ഞാൽ 3 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. 4sൽ 2 നിറയണം, 3dയിൽ 1 നിറയണം. എഴുതാൻ ബുദ്ധിമുട്ടുള്ളത് നോക്കുക. സ്കാൻഡിയത്തിന്റെ പൂർണ്ണമായും നമ്മൾ എഴുതിയാൽ 1s2 2s2 2p6 3s2 3p6 2 4 10 12 18 3 ബാക്കിയുണ്ട്. 3p കഴിഞ്ഞു. 3d വരുന്നതിന് മുമ്പേ 4sൽ 2 നിറയും. ഇനി 1 ബാക്കിയുണ്ട്. 3dയിൽ 1. ആർഗൺ എന്ന് പറഞ്ഞാൽ അത് 18 2 4 10 12 18 കഴിഞ്ഞാൽ ബാക്കി 4s2 3d1. ആർഗൺ എന്ന് എഴുതി 4s2 3d1. ഇനി കാൽസ്യം 20 18ൽ കൂടുതലായതുകൊണ്ട് നമ്മൾ 18ന് പകരം ആർഗൺ എന്ന് എഴുതി. ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. 4sൽ 2 എണ്ണം. സംശയമുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. മാഗ്നീഷ്യം 12 18 ഒഴിവാക്കാൻ പറ്റില്ല, നമുക്ക് 12 ഉള്ളൂ. അതുകൊണ്ട് 10 എണ്ണത്തിനെ ഒഴിവാക്കുന്ന നിയോൺ എഴുതണം. 10 എണ്ണത്തിനെ ഒഴിവാക്കി. അതായത് ഇനി 3യിൽ വേണം തുടങ്ങാൻ. 1s2 2s2 2p6 ഒഴിവായി. ഇനി 3sൽ 2 എണ്ണമുണ്ട്.
ഇവിടം വരെ എഴുതുന്നതിന് പകരമാണ് നമ്മൾ നിയോൺ എന്ന് എഴുതിയത്. ബാക്കിയുള്ളത് 3s2. ഓക്കെ, മൂന്നെണ്ണത്തിന്റെയും കോൺഫിഗറേഷൻ എഴുതിയത് മനസ്സിലായിട്ടുണ്ടാവും. ചോദ്യം നമ്പർ 21. 21ാമത്തെ ചോദ്യം. ചോദ്യം നമ്പർ 21. The electronic configuration of an element is the electronic configuration of an element is the electronic configuration of an element is AR 4s2 3d5. AR 4s2 3d5. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. The configuration of an element is argon 4s2 3d4. ഇതിനെക്കുറിച്ച് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ചോദ്യം നമ്പർ എ. മലയാളം മീഡിയം ചോദ്യം എഴുതുക. 21. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം മോഡൽ നോക്കുക. ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം AR 4s2 3d5. രണ്ട് ചോദ്യങ്ങൾ. ചോദ്യം നമ്പർ എ. Write the electronic configuration in full form. പൂർണ്ണമായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. പൂർണ്ണമായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പോൾ ആർഗണിന് പകരമായി നമ്മൾ 1s2 2s2 2p6 3s2 3p6 2 4 10 12 18 18 ബാക്കിയുള്ളത് 4s2 3d5. ഇതാണ് പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം. കൂടെ ആറ്റമിക് നമ്പർ. ഇതിന്റെ ആറ്റമിക് നമ്പർ എത്രയാണ്? ഇതിന്റെ ആറ്റോമിക സംഖ്യ എത്രയാണ്? 2 4 10 12 18 20 25. ഇതിന്റെ ആറ്റമിക് നമ്പർ ആറ്റോമിക സംഖ്യ 25. ആറ്റോമിക സംഖ്യ 25ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള പാഠങ്ങളുടെ പൂർണ്ണമായ തുടക്കം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയുന്ന ഒരു കുട്ടിക്ക് മാത്രമേ തുടർന്നുള്ള ക്ലാസ് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു തരണം. നാളെ ആ ക്ലാസ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തന്നതിന് ശേഷമേ പുതിയ കാര്യങ്ങൾ പറയൂ. എന്നാൽ മാത്രമേ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. വർക്ക് നോട്ട് എന്നും എനിക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. നാളെ കെമിസ്ട്രിയുടെ അടുത്ത ക്ലാസ് ഉണ്ടാകും. ഓക്കെ.